ലോക വൻശക്തികളുടെ യുദ്ധവിമാനങ്ങൾക്കും മിസൈലുകൾക്കും തകർക്കാൻ കഴിയാത്തത് ഒരു ജനതയുടെ ആത്മവീര്യത്തെയും പ്രതിരോധത്തെയും മാത്രമാണെന്ന് പശ്ചിമേഷ്യ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ തകർന്ന് തരിപ്പണമാക്കാം എന്ന മോഹവുമായിട്ട് ഇറങ്ങിയ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് നേരെ കോടിക്കണക്കിന് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇറാൻ ശക്തമായിട്ടുള്ള മറുപടിയാണ് നൽകിയിരിക്കുന്നത്. അമേരിക്കയുടെ അതിക്രൂരമായിട്ടുള്ള ആക്രമണങ്ങളെയും ഭീഷണികളെയും പൂർണ്ണമായിട്ടും അതിജീവിച്ച് നീണ്ട 6 ദിവസത്തെ ചടങ്ങുകൾക്കൊടുവിൽ ഖാംനയുടെ ഭൗതിക ശരീരം മഷഹാദിന്റെ മണ്ണിൽ സംസ്കരിക്കപ്പെട്ടു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പതനം സ്വപ്നം കണ്ടവർക്ക് മുന്നിൽ ഒന്നിനും തങ്ങളെ തകർക്കാൻ കഴിയില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലായിരുന്നു ആ ചടങ്ങ്. എന്നാൽ ഇതിനിടയിൽ ഖാംനയുടെ കബറടം പോലും തകർക്കാൻ നോക്കിയ അമേരിക്കയോട് കൃത്യമായ പ്രതികാരം ചെയ്തിരിക്കുകയാണ് ഇറാൻ. ആദ്യത്തെ പ്രതികാരം ഇറാനിയൻ ജനതയാണ് നൽകിയത്. 9 കോടി ജനങ്ങളിൽ 2 കോടിയോളം ജനങ്ങൾ ആ ചടങ്ങിൽ പങ്കെടുത്തു. അയത്തുള്ള അലി ഖാംനയുടെ വിയോഗത്തിന് പിന്നാലെ ഇറാന്റെ ജനതയെ ഭിന്നിപ്പിക്കാനും ഭരണകൂടത്തിനെതിരെ ജനങ്ങളെ തിരിച്ചുവിട്ട് രാജ്യം പിടിച്ചെടുക്കാനും അമേരിക്ക വലിയ രീതിയിലുള്ള തന്ത്രങ്ങളാണ് അണിയറയിൽ ഒരുക്കിയത്. എന്നാൽ ഭിന്നിപ്പിക്കാൻ വേണ്ടി അമേരിക്ക നടത്തിയ ആ ഒരു യുദ്ധം യഥാർത്ഥത്തിൽ ഇറാനെ ഒന്നിപ്പിക്കുകയാണ് ചെയ്തത്. എല്ലാ ആഭ്യന്തര ഭിന്നതകളും മറന്ന് രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് മാറുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം സാക്ഷ്യം വഹിച്ചത്. ചടങ്ങുകൾ നടക്കുന്ന സ്ഥലം നേരിട്ട് ആക്രമിക്കാൻ ഒരു ഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ടൊരു ശ്രമം നടത്തിയിരുന്നു. ജനങ്ങൾക്ക് മഷഹാദിലേക്ക് എത്താൻ കഴിയാത്ത വിധം വടക്കൻ നഗരങ്ങളിലേക്കും മഷഹാദിലേക്കുമുള്ള പ്രധാന റെയിൽവേ ലൈൻ ഉൾപ്പെടെ അമേരിക്കൻ മിസൈലുകൾ ബോംബിട്ട് തകർത്തു. ഈ ഖബറടക്ക ശുശ്രൂഷ പരമാവധി തടസ്സപ്പെടുത്താൻ എല്ലാവിധ കുതന്ത്രങ്ങളും അവർ പ്രയോഗിച്ചു. ഖബർ പോലും തകർക്കപ്പെടുമെന്ന കടുത്ത യുദ്ധ സാഹചര്യത്തിലൂടെയാണ് ആ 6 ദിവസം കടന്നുപോയത്. ഇത്രയും പ്രതിസന്ധികൾ സൃഷ്ടിച്ചാൽ ഇറാൻ ജനത ഭരണകൂടത്തിനെതിരെ തിരിയുമെന്നാണ് വൈറ്റ് ഹൗസ് കരുതിയത്. പക്ഷെ അവിടെയാണ് അമേരിക്കയ്ക്ക് തെറ്റിയത്. സാമ്രാജ്യത്വ ശക്തികളുടെ കളി ഇറാനിൽ നടക്കില്ല എന്ന് തെളിയിച്ചുകൊണ്ട് ജനങ്ങൾ ആയുധങ്ങൾക്ക് മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്നു. ഇറാനിലും ഇറാഖിലും പടർന്നു കിടക്കുന്ന വിവിധ നഗരങ്ങളിൽ ദിവസങ്ങളോളമാണ് ഈ ഒരു അനുസ്മരണ സമ്മേളനവും വിലാപയാത്രകളും പൊതുദർശനങ്ങളും നടന്നത്. ഇത് കേവലം ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ ഒതുങ്ങുന്ന ഒന്നായിരുന്നില്ല, മറിച്ച് ലോകം ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള ഒരു അന്താരാഷ്ട്ര പ്രതിഭാസമായിരുന്നു. ഷിയ ജനവിഭാഗം ഇറാനിൽ മാത്രമല്ല ഇറാഖിലും ഭൂരിപക്ഷമാണ്. ഈ 2 രാജ്യങ്ങളിലെയും കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ ആത്മീയ നേതാവായിരുന്നു അയത്തുള്ള അലി ഖാംനി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിയോഗം ഇറാനെയും ഇറാഖിനെയും ഒരേപോലെ ഇളക്കിമറിച്ച ഒരു സംഭവമായിട്ട് മാറി. ഇറാഖിലെ വിശുദ്ധ നഗരങ്ങളായിട്ടുള്ള നജാഫിലും കർബലയിലും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര കടന്നുപോയപ്പോൾ അഭൂതപൂർവമായിട്ടുള്ള ജനസാഗരമാണ് തെരുവിൽ തടിച്ചുകൂടിയത്. സാമ്രാജ്യത്വ ശക്തികൾക്ക് മുന്നിൽ തങ്ങൾ ഒന്നിച്ചു നിൽക്കുമെന്ന പ്രഖ്യാപനമാണ് ആ ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞത്. ഇസ്ലാമിക ഭരണകൂടത്തോടുള്ള ഇറാനിയൻ ജനതയുടെ ഈ ഒരു ഐക്യത്തെയും സ്നേഹത്തെയും അമേരിക്കൻ ഭരണകൂടം വലിയ രീതിയിൽ പരിഹസിച്ചു. ഇതെല്ലാം വെറും മുതലക്കണ്ണീരാണെന്നും ഭയം കാരണം ജനങ്ങൾ നിർബന്ധപൂർവ്വം നടത്തുന്ന വെറും ഷോ ഓഫ് പ്രകടനങ്ങൾ മാത്രമാണ് എന്നുമായിരുന്നു വാഷിംഗ്ടണിന്റെ വാദം. എന്നാൽ അമേരിക്കയുടെ അഹങ്കാരത്തിലുള്ള കനത്ത പ്രഹരമായിരുന്നു കഴിഞ്ഞ 6 ദിവസങ്ങളിൽ ലോകം കണ്ടത്. ഭൗതിക ശരീരം കൊണ്ടുപോകുന്ന ആ വിലാപയാത്രയിൽ അവിടുത്തെ ഷിയാ ജനം ഒരുമിച്ച് പറഞ്ഞത് അമേരിക്ക മരിക്കണം, ഇസ്രയേൽ മരിക്കണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ ആവശ്യവും അത് തന്നെയാണ്. ഇറാന്റെയും ഇറാഖിന്റെയും തെരുവുകളിൽ ഉയർന്നത് വെറുമൊരു വിലാപങ്ങളായിരുന്നില്ല. അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ കോടിക്കണക്കിന് ജനങ്ങൾ ഒരേ സ്വരത്തിൽ ഉറച്ച മുദ്രാവാക്യങ്ങൾ മുഴക്കി. സാമ്രാജ്യത്വ വിരുദ്ധത വ്യക്തമാക്കുന്ന കടുത്ത പ്രസംഗങ്ങളും കവിതകളും ആ ജനക്കൂട്ടത്തിനിടയിൽ നിന്നും രൂപപ്പെട്ടു വന്നു. നേതാക്കൾക്കും ഉപരോധങ്ങൾക്കും തങ്ങളെ അടിമപ്പെടുത്താൻ കഴിയില്ല എന്ന വലിയൊരു രാഷ്ട്രീയ സന്ദേശമാണ് ഈ വിലാപയാത്രയിലൂടെ പ്രതിരോധ സഖ്യം ലോകത്തിന് നൽകിയത്. നീണ്ട 6 ദിവസത്തെ വികാരനിർഭരമായ ആ ചടങ്ങുകൾക്കൊടുവിൽ അയത്തുള്ള അലി ഖാംനയുടെ ജന്മസ്ഥലമായിട്ടുള്ള മഷഹാദിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഖബറടക്കം പൂർത്തിയായി. എന്നാൽ ആ അവസാന നിമിഷത്തിലും ആകാശത്ത് കടുത്ത യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉയരുകയുണ്ടായിരുന്നു. അമേരിക്കൻ മിസൈൽ ഭീഷണികൾക്ക് നടുവിലും തങ്ങളുടെ പ്രിയ നേതാവിന് വിപ്ലവ വീര്യത്തോടെയുള്ള അന്ത്യയാത്ര നൽകാൻ കോടിക്കണക്കിന് ജനങ്ങൾക്ക് കഴിഞ്ഞു എന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ചരിത്ര വിജയം കൂടിയാണ്. ഫലത്തിൽ അയത്തുള്ള അലി ഖാംനിയെ ഇല്ലാതാക്കിയ ശേഷം അദ്ദേഹത്തിന്റെ അന്തിമോപചാര ചടങ്ങുകൾ കൂടി
പൂർണ്ണമായിട്ട് തകർക്കാനായിരുന്നു സാമ്രാജ്യത്വ ശക്തികളുടെ നീക്കം. എന്നാൽ ആ ഗൂഢാലോചനകൾക്കെല്ലാം വൻ തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. വളരെ ആസൂത്രിതമായിട്ട് 2 തലങ്ങളിലാണ് അമേരിക്ക ഇറാന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. ദക്ഷിണ ഭാഗത്തുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള വലിയ തുറമുഖങ്ങളെല്ലാം, പ്രത്യേകിച്ച് ബന്ദർ അബ്ബാസ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ കടുത്ത ആക്രമണം ഉണ്ടായിരുന്നു. കൂടാതെ പ്രമുഖ ദ്വീപായ കിഷം ദ്വീപിന് നേരെയും ശക്തമായിട്ടുള്ള മിസൈൽ വർഷമുണ്ടായി. ഇതിനെല്ലാം അപ്പുറം ഏറ്റവും ഞെട്ടിക്കുന്നതും അപകടകരവുമായിട്ടുള്ള നീക്കം നടന്നത് ഇറാന്റെ ആണവ നിലയത്തിന് നേരെയാണ്. ഇറാന്റെ പ്രധാന ആണവോർജ്ജ കേന്ദ്രമായിട്ടുള്ള ബുഷേർ നിലയത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇവിടെയൊക്കെ സ്ഫോടനങ്ങൾ നടന്ന ആണവ വികിരണം വമിച്ചാൽ അത് ഇറാന്റെ മാത്രം പ്രശ്നമായിട്ട് ഒതുങ്ങില്ല, മറിച്ച് അയൽ രാജ്യമായിട്ടുള്ള കുവൈറ്റിലേക്ക് വരെ ഈ ഒരു മാരക വികിരണങ്ങൾ പടരാൻ വലിയ സാധ്യതയുണ്ട്. ഈ വലിയ വിപത്തും ഭീഷണിയും ലോകത്തിൽ നിന്നും പൂർണ്ണമായിട്ടും മറച്ചു വെച്ചുകൊണ്ടാണ് അമേരിക്ക ഈ പ്രദേശത്തിലേക്ക് ബോംബുകൾ വർഷിച്ചത്. ചരിത്രത്തിൽ ഇന്നേ വരെ ഒരൊറ്റ വിദേശ ശക്തിയും ആക്രമിക്കാൻ ധൈര്യപ്പെടാതിരുന്ന ഇറാന്റെ തെക്ക് കിഴക്കൻ തീരപ്രദേശമായിട്ടുള്ള ചബഹാർ തുറമുഖവും ഇത്തവണ തകർക്കപ്പെട്ടു. ഇന്ത്യയുടെ കൂടി വലിയ സാമ്പത്തിക സാങ്കേതിക സഹായത്തോടെ വികസിപ്പിച്ചെടുത്ത അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള ഈ ഒരു തുറമുഖ മേഖലയ്ക്ക് നേരെയും അമേരിക്കൻ മിസൈലുകൾ പതിച്ചു. യുദ്ധ സാഹചര്യം ഇത്രത്തോളം മാരകമായ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. ആക്രമണങ്ങൾ ഇവിടം കൊണ്ട് തീർന്നില്ല. വടക്കൻ ഇറാനിലെ മഷ്ഹാദ് നഗരത്തിൽ നിന്നും കിഴക്കോട്ട് പോകുന്ന വൻ റെയിൽവേ ശൃംഖലയുടെ ഭാഗമായിട്ടുള്ള ഒരു വലിയ ട്രാൻസ് ബ്രിഡ്ജ് അമേരിക്കൻ വിമാനങ്ങൾ ബോംബിട്ട് തകർത്തു. ഇറാനിൽ നിന്നും ചൈനയിലേക്കുള്ള അതിപ്രധാനമായിട്ടുള്ള ചരക്ക് പാതയുടെ ഭാഗമായിരുന്നു ഈ വലിയ റെയിൽവേ പാലം എന്ന് പറയുന്നത്. ഈ റെയിൽവേ ലിങ്ക് തകർത്തതിലൂടെയും ആണവ നിലയങ്ങളെ ലക്ഷ്യം വെച്ചതിലൂടെയും ഈ വിടവാങ്ങൽ ചടങ്ങുകൾ എങ്ങനെയെങ്കിലും അലങ്കോലപ്പെടുത്തുക എന്നത് മാത്രമായിരുന്നു അമേരിക്കയുടെ യഥാർത്ഥ ലക്ഷ്യം. എന്നാൽ ഇത്രയും വലിയ യുദ്ധസമാനമായിട്ടുള്ള അന്തരീക്ഷത്തിലും ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ആത്മാഭിമാനം കാക്കാൻ ആ ജനക്കൂട്ടത്തിന് കഴിഞ്ഞു. ഫലത്തിൽ അയത്തുള്ള അലി ഖാംനിയെ ഇല്ലാതാക്കിയതിലൂടെ ഇറാൻ തകരുമെന്ന് കരുതിയവർക്ക് തെറ്റി. നേതാക്കൾ മാറിയാലും പ്രതിരോധത്തിന്റെ ആത്മവീര്യം ഇളകില്ല എന്ന് ഈ മണ്ണ് വിളിച്ചു പറയുന്നു. സാമ്പത്തിക ഉപരോധങ്ങൾ കൊണ്ടോ തന്ത്രപ്രധാനമായിട്ടുള്ള പാലങ്ങൾ തകർത്തതുകൊണ്ടോ ഇവിടുത്തെ ജനങ്ങളുടെ ആത്മാഭിമാനത്തെ വിലക്കെടുക്കാൻ ആർക്കും കഴിയില്ല. പശ്ചിമേഷ്യയിലെ കാർമേഘങ്ങൾ എത്ര കടുപ്പമേറിയതായാലും സാമ്രാജ്യത്തിന്റെ ഏത് നീക്കത്തെയും തട്ടിത്തുടയ്ക്കാൻ പോകുന്ന കരുത്ത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിനുണ്ട് എന്ന് ലോകം തിരിച്ചറിഞ്ഞ നിമിഷങ്ങളാണ്. ലോകത്തിലെ എത്ര വലിയ ആയുധബലമുണ്ട് എന്ന് അഹങ്കരിച്ചാലും ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ വീഴ്ത്താൻ ആർക്കും ഒരിക്കലും കഴിയില്ല എന്ന് ഈ ജനസാഗരം അടിവരയിട്ട് പ്രഖ്യാപിക്കുകയാണ്. തോറ്റത് അമേരിക്കയുടെ അഹങ്കാരമാണ്, ജയിച്ചത് ഒരു ജനതയുടെ ഒത്തൊരുമയുമാണ്. ഇന്ന് ഈ ജനം ഒന്നിച്ചു നിൽക്കുമ്പോൾ അമേരിക്കയ്ക്കും ഇസ്രയേലിനും കുറിച്ചുവെക്കുന്നത് വലിയൊരു മരണമണി തന്നെയാണ്. ഏതു നിമിഷവും നിങ്ങൾ വധിക്കപ്പെടാം, അല്ലെങ്കിൽ നിങ്ങളെ കൊല്ലണമെന്ന് അവിടുത്തെ ഭരണകൂടത്തോട് ജനങ്ങൾ ആവശ്യപ്പെടുന്ന കാഴ്ച കൂടിയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധം തുടർന്നു പോയി കഴിഞ്ഞാലും ഇറാൻ ഒരിക്കലും തല കുനിക്കില്ല. ഒരിക്കലും പാശ്ചാത്യ ശക്തികൾക്ക് മുന്നിൽ തല കുനിച്ചുകൊണ്ട് അവർ പറയുന്ന കാര്യം കേൾക്കില്ല എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. ഈ ജനങ്ങൾ ഒരുമിച്ച് ഇറാൻ ഭരണകൂടത്തോടൊപ്പം നിൽക്കുമ്പോൾ അതിലും വലിയ ശക്തി വേറൊന്നിനുമില്ല. എന്തായാലും രക്തസാക്ഷിത്വം വഹിച്ച അല്ലെങ്കിൽ പരമോന്നത നേതാവെന്ന അയത്തുള്ള അലി ഖാംനിയുടെ ഖബറടക്കത്തിൽ കാണാൻ കഴിഞ്ഞത് അമേരിക്കയും ഇസ്രയേലിനെയും ഒരേപോലെ ഞെട്ടിക്കുന്ന നീക്കം തന്നെയായിരുന്നു.